السلام عليكم ورحمة الله. بسم الله الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد. دليل حدوث العالم. ഈ പ്രപഞ്ചം അള്ളാഹു അല്ലാത്ത വസ്തുക്കളെല്ലാം ഇല്ലായ്മയിൽ നിന്നുണ്ടായതാണ് എന്നതിന്റെ തെളിവെന്താ? അമ്മാ ദലീലു ഖൗലിൽ ആലമി ഹാദിസൻ. ഈ പ്രപഞ്ചം മൊത്തവും ഇല്ലായ്മയിൽ നിന്നിട്ട് പിന്നീട് ഉണ്ടായതാണ് എന്നതിന്റെ തെളിവ് ലിഅന്നഹു ഖാമ ബിഹി. ബിഹി എന്ന ദമീർ ആലമിലേക്ക്. ഈ ലോകത്ത് നിലനിൽക്കുന്നു അത്തഗയ്യുറൂന. ലിഅന്നഹു ഖാമ ബിഹി തഗയ്യുറു. യാനി എന്ന് പറഞ്ഞതുകൊണ്ട് മുസന്നിഫ് തങ്ങൾ ഉദ്ദേശിക്കുന്നത് ബിഇതിബാരി ബാലിഹി. ഈ ലോകം മൊത്തം കൂട്ടിയാൽ ഒന്നൊരിക്കൽ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ അറളായിരിക്കും, അതല്ലെങ്കിൽ ജൗഹറായിരിക്കും. അപ്പൊ ആലമിന്റെ ഒരു ഭാഗം അറളാണ്, ഒരു ഭാഗം ജൗഹറാണ്. അതെന്താണെന്ന് നേരത്തെ പറഞ്ഞും ചെയ്തു. അപ്പൊ ഇവിടെ തഗയ്യുർ ഉണ്ടാകുക എന്ന് പറയുന്ന ഭാഗം ഏതാണ്? ഓൽ അറാബും. ജൗഹറല്ല, അറളുകളാണ്. ഈ ഖാമബിഹിയാണ് ആലമിന്റെ ബാലിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു അത്തഗയ്യുറു. അതിങ്ങനെ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുക, അവസ്ഥ മാറിക്കൊണ്ടിരിക്കുക. അതായത് മിൻ അദ്മിൻ അലാ വുജൂദിൻ, ഇല്ലായ്മ എന്ന അവസ്ഥയിൽ നിന്നിട്ട് ഉണ്ടാവുക എന്ന അവസ്ഥയിലേക്ക് മാറുന്നു. മറ്റു ചിലത് മിൻ വുജൂദിൻ ഇലാ അദ്മിൻ, ഉണ്ടാവുക എന്ന അവസ്ഥയിൽ നിന്നിട്ട് ഇല്ലാതാവുക എന്ന അവസ്ഥയിലേക്ക് വരുന്നു. ഇത് നമ്മൾ പലതിലും കണ്ണുകൊണ്ട് കാണുന്നതാണ്. എങ്ങനെ? ഇമ്മാ ബിൽ മുശാഹദത്തി. ഈ മാറ്റം ചിലത് നമുക്ക് ദൃശ്യമാണ്. ഏതുപോലെ ഉദാഹരണം പറഞ്ഞാൽ കൽ ഹർക്കത്തി ബഅദ സുകൂൻ. അടങ്ങി നിന്നിരുന്നൊരു വസ്തു പിന്നീട് അനങ്ങുന്നു, അല്ലെങ്കിൽ അനങ്ങിയിരുന്നൊരു വസ്തു അടങ്ങുന്നു. മറ്റൊന്ന് വല്ലൗ ബഅദൽ മുൽമ. നേരത്തെ അവിടെ ഇരുട്ടായിരുന്നു, ആ ഇരുട്ട് പോയി വെളിച്ചം വന്നു. അല്ലെങ്കിൽ തിരിച്ച്, ആദ്യം അവിടെ വെളിച്ചമായിരുന്നു, ആ വെളിച്ചം പോയിട്ട് ഇരുട്ട് വന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും എന്നതുപോലെ വസ്സവാദ് ബഅദൽ ബയാദ്. ഒരു സാധനം ആദ്യം കറുപ്പായിരുന്നു, അത് ക്രമേണ പിന്നെ വെളുപ്പായി മാറി. അല്ലെങ്കിൽ ആദ്യം വെളുപ്പായിരുന്നു, അത് പിന്നെ കറുപ്പായി. വൽ ഹറാറത്ത് ബഅദൽ ബുറൂദ. ആദ്യം തണുപ്പായിരുന്നു, പിന്നീട് അത് ചൂടായി. അല്ലെങ്കിൽ ആദ്യം ചൂടായിരുന്നു, പിന്നെ അത് തണുത്തു. ഇതൊക്കെ ഏതെങ്കിലും സാമ്പിളുകളാണ് പറഞ്ഞത്. അനങ്ങുന്നൊരു വസ്തു അടങ്ങുക, അല്ലെങ്കിൽ അടങ്ങിയ ഒരു വസ്തു അനങ്ങുക. വെളിച്ചമുള്ളൊരു വസ്തു ഇരുട്ടാകുക, ഇരുട്ടുള്ളൊരു വസ്തു വെളിച്ചമാകുക. കറുത്തൊരു വസ്തു വെളുത്തതാകുക, വെളുത്ത വസ്തു കറുത്തതാകുക. ചൂടുള്ളത് തണുപ്പുള്ളതാകുക, തണുപ്പുള്ളത് ചൂടാകുക. ഇങ്ങനെ അവസ്ഥ മാറും. ഇലാ വൈദ്യുതായിരിക്കാണ് ഏതാണ്ട് സാമ്പിള ബാക്കിലെ ഓരോ കൂട്ടം. ലക്സ് പറഞ്ഞാൽ അത് കൂട്ടത്തെ നമ്മൾ പറഞ്ഞു. ഇത് നമുക്ക് ദൃശ്യമാണ്. ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്, പക്ഷെ എല്ലാം നമുക്ക് കാണാൻ കഴിയൂല. വൈമാബിദ്ദലീലി. ചിലത് മാറ്റം വരുന്നുണ്ട് എന്നത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലാതെ എങ്ങനെയല്ല മുശാഹദയായിട്ട് കണ്ടതല്ല. അതേതാ? ദലീൽ കൊണ്ട് തഗയ്യുർ സുബൂത്താകുന്നത് നമ്മൾ കാണുന്ന കാലത്തെ അനങ്ങാതെ നിശ്ചലമായി നിൽക്കുകയാണ്. ഉദാഹരണങ്ങൾ ജിബാലി, മാല. നമ്മളെ പ്രസവിച്ചെന്നേ അതങ്ങനെ നിൽക്കുക, നമ്മൾ മരിക്കുള്ളൂ അതങ്ങനെ നിൽക്കുക. അതിനിപ്പോ തഗയ്യുർ വരുന്ന കാണുന്നില്ലല്ലോ. അതല്ലെങ്കിൽ ഹർക്കത്തുഹു, എപ്പോഴും ചരിച്ചുകൊണ്ടിരിക്കുന്നു, അലദ്ദവാമി. അത് നിശ്ചലമായി കാണുന്നില്ല. ഇതുപോലെ കവാക്കിബി. കവാക്കിബ് സുബാത്തി സയ്യാറ എന്ന് പറയും. സഞ്ചരിക്കുന്ന 7 ഗോളങ്ങൾ അല്ലെങ്കിൽ 9 ഗോളങ്ങൾ എന്നൊക്കെ പറയും. ഉദാഹരണം നക്ഷത്രങ്ങള്, സൂര്യന്, ചന്ദ്രന്, ചൊവ്വ തുടങ്ങിയ ഗ്രഹങ്ങളൊക്കെ നമ്മൾ കാണുന്ന കാലത്തെ അത് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. നിശ്ചലമായത് നമ്മൾ കണ്ടിട്ടില്ല. ഇങ്ങനെ ഉണ്ടല്ലോ ചിലത്. അതിപ്പോ മുശാഹദ കൊണ്ടിട്ട് തഗയ്യുർ നമുക്ക് സ്ഥിരപ്പെടുത്താൻ കഴിയില്ല. ഇങ്ങനത്തെ വസ്തുക്കളുടെ തെളിവെന്ന ജാസു. ഇപ്പോൾ ചലിക്കാതെ കാണുന്ന ഈ പർവ്വതം ചലിക്കൽ മുംകിനാണ്. അതല്ലെങ്കിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൗക്കബ് നിശ്ചലമാകൽ, സുക്കൂൻ വരല് അതിന് മുംകിനാണ്.
കാരണം എന്താ, ഇതിലാ ഫർഖ ബൈന ജിർമിൻ വ ജിർമിൻ, ഒരു ജിർമും മറ്റൊരു ജിർമും തമ്മിൽ ഒരു വ്യത്യാസവും എന്ന് പറഞ്ഞാൽ ഒന്ന് ചലിക്കുന്നുണ്ട്, മറ്റൊന്ന് ചലിക്കുന്നില്ല. ചലിക്കുന്നില്ലാത്തതിന് ചലിക്കാം, ചലിക്കുന്നതിന് ചലിക്കാതിരിക്കാം, രണ്ടും വരാം. അപ്പോ ഒരു വസ്തു ഇല്ലാതിരിക്കൽ മുംകിനായാൽ ഇസ്തഹാല ഖിദമുഹ, അത് തുടക്കമില്ലാതിരിക്കലും അസംഭവ്യമാണ്. ഇല്ലാതിരിക്കാൻ പറ്റുന്ന സാധനം പണ്ട് ഇല്ലായ്മയിൽ നിന്നിട്ടുണ്ടായതാണ്. തുടക്കമില്ലാത്ത ഒരു വസ്തു അതിന് ഒടുക്കവും ഉണ്ടാവില്ല. തുടക്കല്ലേ എന്നാ അതിന് ഒടുക്കില്ല, അല്ല തുടക്കമുണ്ടോ എന്നാ അതിന് ഒടുക്കവുമുണ്ട്. ഇതൊരു മുസല്ലമായ തത്വമാണ്. അപ്പോ ഇല്ലായ്മ ഏതൊരു വസ്തുവിനുണ്ടായോ അത് തുടക്കമുള്ളതാണ്, ഇല്ലായ്മയിൽ ഉണ്ടായതാണ്. തുടക്കം ഇല്ലാത്ത ഖദീമ് ആവാൻ പാടില്ല. എങ്കിൽ ഫതകൂനു ഹാദിസത്തൻ, ആ വസ്തു ഹാദിസാണെന്ന് വരും. കാരണം ഖദീം അല്ലെങ്കിൽ പിന്നെ ഹാദിസ് മൂന്നാമത്തൊന്നും ഉണ്ടാവില്ലല്ലോ. ഫൈനദിൻ ഇങ്ങനെ വരുമ്പോ എന്ന് ചിലത് കണ്ടുകൊണ്ടും ചിലത് ദലീൽ കൊണ്ടും സുബൂത്താവുന്നു തഗയ്യുർ എങ്കിൽ ജമീഉൽ അറാദി ഹാദിസ, കാണപ്പെട്ടുകൊണ്ട് തഗയ്യുർ സ്ഥിരപ്പെട്ടതും ദലീൽ കൊണ്ട് തഗയ്യുർ സ്ഥിരപ്പെട്ടതും, ഇങ്ങനെ രണ്ട് ജാതി. ഇതെല്ലാം എല്ലാ അറാദും അത് മുശാഹദ കൊണ്ട് തഗയ്യുർ സ്ഥിരപ്പെട്ടാലും വേണ്ടിയില്ല, ദലീലുകളെ കൊണ്ട് തഗയ്യുർ സ്ഥിരപ്പെട്ടാലും വേണ്ടിയില്ല. എല്ലാ അറുതുകളും ഹാദിസാൻ, ഇല്ലായ്മയിൽ നിന്നിട്ട് ഉണ്ടായതാണ്. എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു അദമ ഇല്ലായ്മ എന്ന അവസ്ഥ മുൻകടന്നിട്ടുണ്ട്. ഇതിപ്പോ അർന്നല്ലേ, ജൗഹറല്ലല്ലോ. അതിന് പറയുന്നത് അർന്ന് ഹാദിസ് ആണെങ്കിൽ അനിവാര്യമായി വരും ഹുദൂസ് ജമീൽ ഇജ്റാം, ജൗഹറും രണ്ടും കൂടി മുറക്കബായ ജിർമും അതൊക്കെ ഹാദിസ് ആവണം. അതാ ജമീൽ അജ്റാമി വൽ ജവാഹിരി എന്നർത്ഥം. ജിർമാവുമ്പം ജൗഹറും അറുകൂടി കൂടിയിട്ടുണ്ടല്ലോ. അതേ സമയത്ത് ജൗഹർ സ്വന്തമായിക്കും. അങ്ങനെ ജൗഹറാവട്ടെ ജിർമാവട്ടെ അതൊക്കെ ഹാദിസാണെന്ന് വരും. എന്തുകൊണ്ട്? ഈ ജിർമുകളും ജൗഹറുകളും ഒഴിവാകുന്നില്ല ഹാദിസ, എല്ലാ അർദുകളും ഹാദിസാണ്. അപ്പൊ ഹാദിസായ അർദുകളിൽ നിന്നിട്ട് മുക്തമല്ല ജൗഹറും ജിർമും. അപ്പൊ ഹാദിസിലേക്ക് ഹാജത്തുള്ളതും ഹാദിസാണ് തത്വം. ഏതൊരു ജൗഹറുണ്ടോ ഏതൊരു ജിർമുണ്ടോ അതെല്ലാം അർദിന്റെ കൂടെ അല്ലാതെ നിൽക്കുന്നില്ല. അർദാണെങ്കിൽ ഹാദിസുമാണ്. അപ്പൊ ഹാദിസിനെ ലാസിമാക്കുന്നതും ഹാദിസാണ്. അങ്ങനെ വരുമ്പം ജൗഹറും ജിർമും ഹാദിസ് തന്നെ. ഇത്രയും പറഞ്ഞതിൽ നിന്ന് ബഹറ വ്യക്തമായി അന്ന ജമീഅൽ ആലമി, ഈ ആലമെല്ലാം എന്ന് പറഞ്ഞാൽ പിന്നെ അറാദി ആലം എന്ന് പറഞ്ഞാൽ എന്താ? അറളുകള്, അജ്റാമിഹി ജിർമുകള്, വജവാഹിരിഹി ഈ ആലമിന്റെ ജൗഹറുകള് എല്ലാം ഹദീസാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഹദീസിന്റെ അർത്ഥം ഫലാസിഫത്ത് പറയുന്ന ഹദീസ് അല്ല. ഐ മൗജൂദും ബഅദ അല്ലം യകുൻ, പണ്ടില്ലായിരുന്നു, ഇല്ലായ്മ എന്നൊരവസ്ഥ മുൻകടന്നിട്ടുണ്ട്, പിന്നീട് ഇല്ലായ്മയിൽ നിന്നിട്ട് വുജൂദിലേക്ക് വന്നതാണ് എല്ലാം. അത് ജൗഹറും കണക്കാണ്, ജിർമും കണക്കാണ്, അർദും കണക്കാണ്. അപ്പോ അള്ളാഹ് ഒഴികെയുള്ള ആലം മുഴുവനും ഹാദിസാണ്. ഓക്കെ. എന്നാൽ എല്ലാ ഹാദിസും ഒരു മൂജിദിലേക്ക് ആവശ്യമാവും എന്നതിന് തെളിവ് ഹാദിസിൻ, ഹാദിസായ എല്ലാ വസ്തുക്കളും ആകുന്നു ആ ഹാദിസിനെ ഇല്ലായ്മയിൽ നിന്നിട്ട് ഉണ്ടാക്കുന്ന ഒരാളിലേക്ക് ആവശ്യമുണ്ട് എന്നതിന്റെ തെളിവ് എന്താ? അതാണല്ലോ കുബറ. ഫലി അന്നഹു, ഈ ആലം മൊത്തം നോക്കിയാൽ സ്വൻഅത്തുൻ ബദീഅത്തുൻ മുഹ്കമത്തുൽ ഇത്ഖാൻ, ഈ പ്രപഞ്ചത്തിലെ ആറ്റം തൊട്ട് ഗാലക്സി വരെയുള്ള ഓരോ വസ്തുവിനെ സംബന്ധിച്ച് കൂലങ്കഷമായി ചിന്തിച്ചാൽ വളരെ കൃത്യവും വളരെ ശക്തവുമായ ചില നിയമങ്ങളെ കൊണ്ട് ബന്ധിതമായി സംവിധാനിക്കപ്പെട്ടതായി കാണാം. നിലവിലുള്ളതിൽ നിന്ന് ചെറിയൊരു മാറ്റം പോലും പ്രപഞ്ചത്തിൻ്റെ
നിളാമിനെ തകർക്കുമാറുള്ള അത്രയും യുക്തിഭദ്രമായ പരസ്പര ബന്ധത്തോടു കൂടിയാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പ് സംവിധാനം. ഇത്രയും കൃത്യമായ, അതാണ് സൂറത്തിൽ പറഞ്ഞില്ലേ, സുമ്മർജിഅൽ ബസറ കറത്തൈൻ യൻഖലിബു ഇലൈക്കൽ ബസറു ഖാസിഅൻ വഹുവ ഹസീർ മാ തറാ ഫീൽ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്തിൻ എന്നാ പറഞ്ഞു. റഹ്മാനായ റബ്ബിന്റെ സൃഷ്ടി സംവിധാനത്തിൽ, ഈ പ്രപഞ്ചത്തിൽ ആറ്റം തൊട്ട് ഗാലക്സി വരെയുള്ള ഒരൊറ്റ ഒന്നിലും എന്തെങ്കിലും ഒരു അപാകത ഇല്ല. നിലവിലുള്ളതിൽ നിന്നിട്ട് ചെറിയൊരു ചേഞ്ചിങ് പോലും പ്രപഞ്ചത്തിന്റെ മഹാനാശത്തിലേക്ക് എത്തിക്കും. ഇത്രയും പരസ്പര ബന്ധിതങ്ങളായി, പരസ്പര പൂരകങ്ങളായി ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചത് യാദർച്ഛികം, കേവല യാദർച്ഛികം എന്ന് പറയുകയാണെങ്കിൽ അവന്റെ ബുദ്ധിയെ പറ്റിയിട്ട് അത്ഭുതം എന്ന് മാത്രമേ. ഏതെങ്കിലും ഒന്നൊക്കെ എങ്ങനെയെങ്കിലും ഉണ്ടാവുമോ എന്നല്ല പറയുന്നത്. ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെപ്പോലെ കൃത്യമായ അകലത്തിലും കൃത്യമായ വ്യവസ്ഥിതിയിലും മാറ്റം പറ്റാത്ത നിലക്ക് അത്രയും പരസ്പര ബന്ധിതവും പൂരികവുമായി സൃഷ്ടിച്ച ഒരു മഹാ യുക്തിമാനായ സർവജ്ഞനും സർവശക്തനുമായ ഒരു മഹാശക്തി കൊണ്ടല്ലാതെ ഇത്രയും കൃത്യവും ഭദ്രവും ശക്തവുമായി ഈ പ്രപഞ്ചത്തിന്റെ നിവാമം സംവിധാനിക്കാൻ കഴിയില്ല എന്ന് സാമാന്യ ബുദ്ധിക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. എങ്കിൽ ഇത്രയും മുഹക്കമത്തുൽഖാനായി സ്വന്നത്തും ബദിയത്തായി സൃഷ്ടിക്കണമെങ്കിൽ അതിന് ഒരു സൃഷ്ടാവുണ്ടായേ പറ്റുള്ളൂ. ഇത് ലൗലമ്യക്കുല്ലഹു സ്വാനിയുൻ, ഈ ആലമിന് ഒരു സ്വാനി, ഒരു നിർമ്മാതാവ് ഇല്ലെങ്കിൽ സ്വയം ഉണ്ടായി എന്ന് പറയേണ്ടി വരും. രണ്ടു വഴിയല്ലുള്ളൂ. ഒരു പക്ഷേ കഴിവും അറിവും യുക്തിഭദ്രവുമായ ഒരാളുടെ സംവിധാനമാണ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പിന്നെ യാദർച്ഛികമാണ് എന്ന് പറഞ്ഞു, സ്വയം ഉണ്ടാകുക. എങ്കിൽ തുല്യമായ രണ്ട് വസ്തുക്കളിൽപ്പെട്ട ഒരു വസ്തു അകാരണമായി ഒന്നിനേക്കാൾ ഒന്ന് മുന്തുക എന്ന് പറയുന്ന അസംഭവ്യത വേണം. ഉദാഹരണം പറഞ്ഞാൽ, ഒരു തുലാസിന്റെ കൃത്യ തൂക്കത്തിലുള്ള രണ്ട് തട്ട്, ഒരു കാരണം കൂടാതെ ഒരു തട്ട് പൊന്തും ഒരു തട്ട് താവുന്നു. അത് അസംഭവ്യം. കാരണം ഈ പൊന്തിയതും താന്നതുമായ രണ്ട് തട്ടും ഒരേ തൂക്കത്തിലാ, ഒരേ കരത്തിലാ, ഒരേ വിധാനത്തിലാ. എങ്കിൽ പിന്നെ ഒന്ന് എന്ത് പൊന്തിയത്? അതിനൊരു കാരണം വേണം. എന്തുകൊണ്ടാവുന്ന താന്നത്? അതിനൊരു കാരണം വേണം. കാരണമില്ലാതെയാണ് പൊന്തിയത് എന്നും കാരണമില്ലാതെയാണ് താന്നത് എന്നും പറഞ്ഞാൽ അവിടെ തുല്യമായ രണ്ട് വസ്തുക്കളിൽപ്പെട്ട ഒരു വസ്തു ഒന്നിനേക്കാൾ കാരണമില്ലാതെ പൊന്തി എന്ന് പറയും. ഇവിടെ രണ്ട് വസ്തു പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വുജൂദ് അദമ. മുംകിനാത്തിനെ സംബന്ധിച്ച് വുജൂദും അദമും തുല്യം. ഉണ്ടാലും കണക്കാണ്, ഇല്ലാതിരിക്കലും. എന്നിട്ട് ഇല്ലാത്ത വസ്തുവിന് ഉണ്ടായി, അല്ലെങ്കിൽ ഉള്ള വസ്തുവോട് ഇല്ലാതായി. അതിന് ഉള്ളത് ഇല്ലാതാകാനും ഇല്ലാത്തത് ഉണ്ടാവാനും ഒരു കാരണം വേണം. ആ കാരണമാണ് ഈ സൃഷ്ടാവ്. മുഹാലുൻ, ഒരു കാരണം കൂടാതെ തുല്യമായ രണ്ട് വസ്തുക്കളിൽപ്പെട്ട ഒന്ന് മറ്റേതിനേക്കാൾ മുൻതൂക്കമാകുക എന്ന് പറഞ്ഞത് അസംഭവ്യമാണ്. എന്തുകൊണ്ട്? ഇങ്ങനെ വന്നാൽ പരസ്പര വൈരുദ്ധ്യങ്ങളായ രണ്ട് വസ്തുക്കൾ ഒരേ സ്ഥലത്ത് ഒരുമിച്ച് കൂടും. മനുഷ്യനാണ് മനുഷ്യനല്ലാത്തതാണ്, രാവാണ് രാവല്ലാത്തതാണ്. അത് രണ്ടുകൂടി എങ്ങനെ ഒരുമിച്ച് കൂടുമല്ലോ? രാവാണെങ്കിൽ രാവല്ലാത്തതല്ല, രാവല്ലാത്തതാണെങ്കിൽ രാവല്ല. മനുഷ്യനാണെങ്കിൽ മനുഷ്യനല്ലാത്തതല്ല, മനുഷ്യനല്ലാത്തതാണെങ്കിൽ മനുഷ്യനുമല്ല. ഇത് രണ്ടുകൂടി ഒരുമിച്ച് കൂടുക എന്ന് പറഞ്ഞത് ബുദ്ധിപരമായ അസംഭവ്യമാണ്. ഇജ്മാ ബുദ്ധി. ഏതാണ്? ഒന്ന് മുസാവാത്ത്, ഒന്ന് തർജീഹ് ബിലാ. കാരണം കൂടാതെ മുൻതൂക്കമാകുക എന്നറിയുന്നതും മുസാവിയാകുക, തുല്യമാകുക എന്ന് പറയുന്നതും തമ്മിൽ വിദ്യന്യം. അത് ഒരേ സമയത്ത് ഒരുമിച്ച് കൂടി. ഇത് രണ്ടും മുസാവിയാണ്, അതോടുകൂടി ഒന്നിനേക്കാൾ രാജ്യമായി എന്ന് പറയുന്ന ഇസ്തിമാവിൽ വിദ്യന് വരും. അല്ല, അതിൻ്റെയും പുറമെ ഇവിടെ രണ്ടും തുല്യാണ്. ഉണ്ടാവലും ഇല്ലാതിരിക്കലും തുല്യാണ്. എന്നാൽ ഈ രണ്ട് തുല്യ വസ്തുക്കളിൽ കൂടുതൽ ബലഹീനമായത് ഉണ്ടാകുക എന്ന് പറയുന്നത്, അക്വ ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത്. തുല്യമായതോടു കൂടി തന്നെ പറ്റ ബലഹീനമായതാണ്
ഉണ്ടാവുക അറിയുന്നത്. ബലം കൂടിയതാണ് ഇല്ലാതിരിക്കുക എന്നറിയുന്നത്. കാരണം എന്താ അല്ലെ അന്നൽ അസ്ലഫി അല്ലതുമോ മുംകിന്റെ എല്ലാത്തിന്റെയും അസല് അതുമാണ്. അതുകൊണ്ട് അക്വ ഈ അതുമാണ് അക്വാമിൻ വുജൂദി. എന്നിട്ട് ഈ വുജൂദ് എന്തിനെക്കാട്ടിലും അളഫായ വുജൂദ് അക്വയായ അതുമിനേക്കാൾ മുന്തി എന്ന് പറയുന്ന മറ്റൊരു പ്രശ്നം വരും. ഇതിപ്പോ ഞാൻ ചുരുക്കി പറഞ്ഞതാണ്. ഹാദാ ഹുവൽ ബുർഹാനുൽ മഷ്ഹൂർ ബൈനഹും. ഈ ഇൽമുൽ കലാമിന്റെ ഉലമാക്കളുടെ ഇടയിൽ പ്രസിദ്ധമായ തെളിവാണിത്. എന്തിന് പറയുന്ന തെളിവ്? ഫീ ബയാനി ഹുദൂസിൽ ആലമി, ആലം ഹാദിസാണ് എന്ന് വിശദീകരിക്കാനും വഫ്തിഖാരിഹി ഇലാ സാനിൻ, ഈ ആലം ഒരു സൃഷ്ടാവിലേക്ക് ആവശ്യമുണ്ട് എന്ന ഈ രണ്ട് മഹാതത്വങ്ങൾ സ്ഥിരപ്പെടുത്താൻ വേണ്ടി ഇൽമുൽ കലാമിന്റെ ഉലമാക്കന്മാർ പറയുന്ന രണ്ട് തെളിവാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ആദ്യം പറഞ്ഞത് ഹാദിസാണ് എന്നുള്ള തെളിവ്. രണ്ടാമത് പറഞ്ഞത് ഹാദിസ് ഒക്കെ ഒരു മൂജിദിലേക്ക് ആവശ്യമാണ് എന്നതിന്റെ തെളിവ്. ഇനി വേണ്ട വരക്ക അന്തസ്തതില്ല, ഈ ഒറ്റ ദലീലല്ല, വേണമെങ്കിൽ നിനക്ക് ദലീൽ പറയാ അലാ ഹുദൂസിഹി ആലം ഹാദിസാണ് എന്നതിന്. ബികൗനിഹി അൻവാ മുഖ്തലിഫ, ആലം വ്യത്യസ്ത ഇനങ്ങളാണ്. വാസനാഫം മുത്തബായന, വൈരുദ്ധ്യങ്ങളായ വ്യത്യസ്തങ്ങളായ ഇനങ്ങളാണ് എന്ന് എവിടുന്ന് കിട്ടിയ ആയുൽ ഖുർആനുൽ അസീം, വിശുദ്ധ ഖുർആനുൽ ഷരീഫിന്റെ ആയത്തുകൾ തന്നെ അങ്ങനെ സൂചിപ്പിക്കുന്നു. കാരണം എന്താ? വദാലിക മുത്തബായനാണ് പരസ്പരം, അതുപോലെ തന്നെ മുഖ്തലിഫത്താണ് പലത് എന്ന് പറയാൻ കാരണം ബാലുഹു ആലമിൽ ചിലത് ഉൽവിയൻ ഉന്നത ലോകത്തുള്ളതാണ്, ബാലുഹു സുഫ്ലിയൻ താഴെ ലോകത്തുള്ളതുമാണ്, ബാലുഹു നൂറാനിയൻ ചിലർക്ക് പ്രകാശപൂരിതമാണ്, ബാലുഹു ദുൽമാനിയൻ അന്ധകാരാവൃതമാണ്, ബാലുഹു ഹാറുൻ ചിലത് ഉഷ്ണമുള്ളതാണ്, ബാലുഹു ബാരിദുൻ ചിലത് തണുപ്പുള്ളതാണ്, ബാലുഹു മുതാരിക്കും ചിലത് ചലിക്കുന്നു, ബാലുഹു സാക്കിയൻ ചിലത് നിശ്ചലമാവും, ഒബാദുഹു ലത്തീഫുൻ ചിലത് വളരെ ലഘുവായതാണ്, ഒബാദുഹു കസീഫുൻ ചിലത് വളരെ പരുത്തതാണ്, ഒബാദുഹു ഷൂഹിത ചിലത് കാണപ്പെടുന്നു, ഷൂഹിത വജൂദ് ഉണ്ടാകുന്ന നമ്മൾ കാണുന്നുണ്ട്, ബാദ വജൂദി അതും ഇല്ലാത്തതിൽ നിന്നിട്ട് പിന്നീട് ഉണ്ടായത് ചിലത് കാണുന്നുണ്ട്, ബാദുഹു ഷൂഹിത അതുമുഹു ബാദ വജൂദി മറ്റു ചിലത് ഉണ്ടായതിന് ശേഷം ഇല്ലാതെയായി കാണും. എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളെ മക്കളെ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടിരുന്നു, പക്ഷെ നമ്മൾ മരിക്കുമ്പോഴും ഓരുണ്ട്. അപ്പൊ ഇല്ലായ്മയിൽ നിന്നിട്ട് ഉണ്ടായത് നമ്മൾ കണ്ടിന്, ഉള്ളതിൽ നിന്നിട്ട് ഇല്ലാതായത് നമ്മൾ കണ്ടിട്ടില്ല, കാരണം നമ്മൾ മരിക്കുമ്പോൾ ഓല് ഇവിടെ ഉണ്ട്. എന്നാൽ നമ്മളെ മക്കള് നമ്മൾ ഉണ്ടായത് കണ്ടിട്ടില്ല, ഓല് വരുമ്പോഴേ നമ്മൾ ഇവിടെ ഉണ്ട്, പക്ഷേ ഓല് ഇവിടെ ജീവിക്കുമ്പോൾ നമ്മൾ മരിച്ചു പോണ്. അപ്പൊ ഉള്ളതിൽ നിന്നിട്ട് ഇല്ലായ്മയിലേക്ക് പോണത് മക്കൾ കണ്ടു, വാപ്പ മരിച്ചു പോണത് മക്കൾ കണ്ടു. മക്കൾ മരിച്ചു പോണത് വാപ്പയും കണ്ടിട്ടില്ലെങ്കിലും മക്കൾ ജനിക്കുന്നുണ്ട്. അപ്പൊ ഒന്നിരിക്കൽ വജൂദിന്റെ ജിഹത്ത് അല്ലെങ്കിൽ അദമിന്റെ ജിഹത്ത് മുഷാഹദ, ഒരു ജിഹത്ത് മുഷാഹദായ മറ്റേ ഖിയാസാക്കാം. ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാകാണെങ്കിൽ അത് ഇല്ലാതാവുകയും ചെയ്യാം. ഉണ്ടാവുന്നതിൽ നിന്നിട്ട് ഇല്ലാതായാൽ പണ്ട് ഇല്ലാതെയിൽ നിന്നിട്ട് ഉണ്ടായതാവും ആകാം. വൈദ്യുതാർക്കൊക്കെ ഏതാണ്ട് സാമ്പിൾ അതുപോലെ ഇങ്ങനെ കൂട്ടിയാൽ മതി. ഒക്കുല്ലുനോ എമ്മിനാദില്ലായി ഈ ഓരോ ഇനവും മുസ്തമിലുൻ അലാസനാഫിൻ പല സിനഫുകളുള്ളതാ, വാഫ്രാദിൻ വ്യക്തികളുള്ളതാ, സിഫാത്തും പല ഗുണങ്ങളുള്ളതാ. ഒന്നും വിശദീകരിക്കണില്ല. ഇങ്ങനെ നോക്കുമ്പോൾ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളുടെ ഗുണങ്ങള്, വിശേഷണങ്ങള്, പ്രത്യേകതകള് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയൂല. അതുകൊണ്ട് അതല്ല, ഇതറിയിക്കുന്നു അല അന്നഹു മുഫ്തഖിറുൻ ഇലാ മുഖസ്സിസിൻ ഹകീമിൻ, നല്ല യുക്തിഭദ്രമായി പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേകത കൊടുക്കുന്ന സൃഷ്ടാവിലേക്ക് ആവശ്യമുണ്ട്. എങ്ങനത്തെ സൃഷ്ടാവ്? ഖസ്സ കുല്ല നൗഇൻ ബിബഅദിൻ ജായിസ് അലൈഹി, ഓരോ വസ്തുവിനും ജായിസാദിൽപ്പെട്ട ചിലത് കൊടുത്തു. മുകളിലുള്ള എന്തുകൊണ്ട് താഴെക്കൂടാ, താഴെയുള്ളത് കൊണ്ട് എന്തും മുകളിലായിക്കൂടാ, ചൂടുള്ളത് എന്തുകൊണ്ട് തണുപ്പായിക്കൂടാ, തണുപ്പുള്ളത് എന്തുകൊണ്ട് ചൂടായിക്കൂടാ, അനങ്ങുന്നത് എന്തുകൊണ്ട് അടങ്ങിക്കൂടാ, അടങ്ങിയത് എന്തുകൊണ്ട് അനങ്ങിക്കൂടാ. അപ്പൊ അനങ്ങുന്നതാക്കി ചിലതിന് ഹാസാക്കി, ചിലത് അടങ്ങുന്നതായിട്ട് ഹാസാക്കി, ചിലത് മേലെയായിട്ട് ഹാസാക്കി, ചിലത് താഴായിട്ട്, ചിലത് തണുത്തതായിട്ട്, ചിലത് ചൂടുള്ളതായിട്ട്. അപ്പൊ ഇതൊക്കെ ഒരാള് ചെയ്യാൻ വേണമെന്ന് തന്നെയല്ല. ഓരോന്നും ഇല്ലായ്മയിൽ നിന്നിട്ട് പുതുതായതാണ്. ഇതിനെ സൃഷ്ടിച്ച സൃഷ്ടാവ് മുഖ്താറുൻ, ഓൻ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുന്നവരാണ്. എന്നാണ് ഇറാദത്തുടേവരാണ്. ഒരു ഇറാദ പ്രകാരമാണ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതായത് ഇല്ലത്ത് താമത്തല്ല. ഫലാസിഫത്ത് പറയുന്ന അങ്ങനെ അള്ളാഹു തആല ആലത്തിന്റെ ഇല്ലത്ത് താമത്താണ്. ഇല്ലത്ത് താമത്തിന് പ്രത്യേകത ഉണ്ട്.
ഇല്ലത്ത് താമത്ത് എപ്പോഴൊക്കെ ഉണ്ടോ അപ്പോഴൊക്കെ മാലൂലുണ്ടാവും. അപ്പൊ അള്ളാഹു തആല ഇല്ലത്ത് താമത്താണെന്ന് പറഞ്ഞാൽ അള്ളാഹ് കദീമായതുപോലെ ആലമും കദീമാണ് എന്ന അബദ്ധജടിലമായ വാദത്തിലേക്ക് ഫലാസിഫത്ത് എത്തിയ ആ വാദം നമ്മളും പറയേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് തബിയത്തല്ല, എന്തല്ല, ഇല്ലത്തല്ല. വലാ തബിയത്തുൻ, പ്രകൃതിയുമല്ല. പ്രകൃതിയാണെങ്കിൽ ഒന്നിനൊരു പ്രകൃതി മറ്റേന് വേറൊരു പ്രകൃതി എങ്ങനെ വേറെ മാറിയൊന്ന്. ഇത് മാലൂലിൽ ഇല്ലത്തി, ഇല്ലത്തിന്റെ മാലൂലാണെങ്കിൽ തബിയത്തിന്റെ മത്ബൂ ആണെങ്കിൽ ആഖ്തലിഫു, അത് മാറ്റം വരൂല. എല്ലാത്തിനും ഒരേ പ്രകൃതിയല്ലേ. അല്ലാഹു തആല ചോദിക്കണ എന്റെ ഖുർആനിൽ, ഒരേ തൊട്ടുള്ള ഭൂമി, ഒരേ മഴവെള്ളം, ഒരേ കാറ്റ്, ഒരേ അന്തരീക്ഷം, അവിടെ മുളച്ചു വരുന്ന സസ്യങ്ങളുടെ പഴവർഗ്ഗങ്ങളും പൂക്കളും വ്യത്യസ്തമാവുന്നു. പ്രകൃതിയാണെങ്കിൽ എല്ലാം ഒരു പ്രകൃതി തന്നെയല്ലേ, എല്ലാം ഒന്നാണ്ട്. കാലത്തേല ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി, ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിലുണ്ട്, വഖ്തിലാഫിൽ ലൈലി വന്നഹാരി, രാപ്പകലുകൾ മാറി മാറി വരുന്നതിലുമുണ്ട്, ലആയാത്തിൻ, സത്താവാവുന്ന അള്ളാഹുവിന്റെ ഖുദ്റത്തിലേക്കും ഹിക്മത്തിലേക്കും സൂചിപ്പിക്കുന്ന ദൃഷ്ടാന്തങ്ങളുണ്ട്. ആർക്കിൽ? ഉലിൽ അൽബാബ്, ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുന്നവർക്ക് എന്ന് ആല 190 ആയത്ത് പറയുന്നു. മറ്റൊരായത്തിലുണ്ട്, അവലം യൻദുറൂ ഫീ മലകൂതി സമാവാതി വൽ അർളി, ആകാശഭൂമികളുടെ പ്രാപഞ്ചികമായ ആധിപത്യത്തിലേക്ക് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. വമാ ഖലഖല്ലാഹു മിൻ ഷൈഇൻ, അള്ളാഹു പടച്ച ഓരോ വസ്തുവിലേക്കും ചിന്തിച്ചു നോക്കൂ. അപ്പോ അതിലൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാണിത് എന്നും ഇവ ഇല്ലായ്മയിൽ നിന്നിട്ട് പിന്നെ സൃഷ്ടിക്കപ്പെട്ടതാണെന്നും അതുകൊണ്ട് തന്നെ സൃഷ്ടാവിലേക്ക് ഇത് ആവശ്യം വിളിച്ചോതുന്നു എന്നും ഇതിലായത്തിൽ ചുരുക്കത്തിൽ എന്താണ് നമ്മൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ആലം ഹാദിസ് ആണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? ഹാദിസ് ആണെന്നതിന്റെ അർത്ഥം വുജൂദുഹു ബഅദൽ അദ്മീൻ, ഇല്ലായ്മ വരുന്ന ഒരു ഘട്ടം നേരത്തെ കഴിഞ്ഞു പോയിട്ടുണ്ട്, പിന്നീട് ഉണ്ടായതാണ്. യാനി അന്ന ഹുദൂസൽ ആദം, നമ്മൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അടുക്കൽ അല്ലെങ്കിൽ മുത്തകല്ലിമീങ്ങളുടെ അടുക്കൽ ആലം ഹാദിസ് ആണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇബാറത്തുൻ അൻ വുജൂദിഹി ബഅദ അദ്മിഹി, മുൻപ് ഇല്ലായിരുന്നു, ഇല്ലായ്മക്ക് ശേഷം പിന്നീട് ഉണ്ടായതാണ് എന്നാ. ഇതാണ് നമ്മൾ മുത്തകല്ലിമീങ്ങളുടെ അടുക്കലുള്ള ഹദീസ്, ഖിലാഫൻ ലിൽ ഫലാസിഫത്തി. എന്നാൽ ഫിലോസഫർമാരുടെ ഹുദൂസ് ആ അർത്ഥത്തിലല്ല. ഫഇന്നഹും ദഹബു, അവരുടെ മദ്ഹബ് ഇലാ ഖിദമിഹി, ആലം ഖദീമാണ്. കാരണം അവർ പറയുന്നത് ഇല്ലത്ത് താമത്താണ്, നമ്മൾ പറയുന്ന അല്ലാഹു തആല ഫായിൽ മുഖ്താറാണ്. എന്നാൽ അവന്റെ ഇറാദ അനുസരിച്ചാണ് പ്രവർത്തിച്ചത്. അവര് പറയുന്നത് ഇല്ലത്ത് താമത്താണ്. അപ്പൊ ഇല്ലത്ത് താമത്താവുന്ന അള്ളാഹു ഖദീമാണെങ്കിൽ ആലമും ഖദീമാണ്, മാലൂലും ഖദീമാവും, ഇങ്ങനെ ഓല് പറയുന്നു. ഇങ്ങനെ അള്ളാഹു ഖദീമായതുപോലെ ആലം ഖദീമാണെന്ന് പറയുമ്പോൾ തന്നെ അല്ലാത്തതൊക്കെ ഹദീസാണെന്നും പറയും. അത് നമ്മൾ ഈ പറയുന്ന അർത്ഥത്തിൽ വുജൂദുഹു ബഅദൽ അദ്മി എന്ന അർത്ഥത്തിലല്ല അവർ പറയുന്ന ഹുദൂസ്. ഫലാസിഫത്ത് പറയുന്ന ഹുദൂസിന്റെ അർത്ഥം വേറെയാണ്, മുത്തകല്ലിമീങ്ങൾ പറയുന്ന ഹുദൂസിന്റെ അർത്ഥമാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്, അദമിന്റെ ശേഷം ഉള്ള വുജൂദ് എന്ന്. ഓല് പറയുന്നത് ലാകിൻ ബിമാനൽ ഇഹ്തിയാജി ഇലൽ ഗൈരി, അല്ലാഹ് മറ്റൊന്നിലേക്കും ആവശ്യമില്ല, അവൻ ഖദീമാണ്. ആലം അള്ളാഹുലേക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ട് ഹദീസാണ്. പക്ഷെ ഇല്ലായ്മ കടന്നിട്ടില്ല. അള്ളാഹ് ഉള്ളപ്പോഴൊക്കെ ആലമും ഉണ്ട്. ഇങ്ങനെയാണ് ഫൽസഫക്കാർ പറയാം. മറ്റൊന്നിലേക്ക് ആവശ്യമുണ്ട് എന്നല്ല, ഒരു ഫായിലേക്ക് ആവശ്യമുണ്ട്, സൃഷ്ടാവിലേക്ക് ആവശ്യമുണ്ട് എന്നാണ് ഓല് പറയാം. ലാബിമാന സബഖിൽ അദ്മി അലൈഹി, ഓല് ഹദീസ് പറഞ്ഞാൽ ഇല്ലായ്മ മുൻകടന്നു എന്ന അർത്ഥത്തിലല്ല. അപ്പോ ആലം ഖദീമാണെന്നും എന്നാൽ അള്ളാഹുലേക്ക് ആവശ്യമുണ്ട് എന്ന അർത്ഥത്തിനുള്ള ഖിദമ ലോകത്തിന് വാദിക്കുന്നവൻ കാഫിറും ബിജ്മാഅൽ മുസ്ലിമീൻ, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ കാഫിറാണ്. ഇല്ലായ്മക്ക് ശേഷം ഉണ്ടാവുക എന്നാണെങ്കിൽ അതിന്റെ നേരെ വിപരീതം, ഹുദൂസിന്റെ വിപരീതം എന്ന് പറഞ്ഞാൽ മുഖാബിലുഹു, അതിന്റെ നേരെ ഓപ്പോസിറ്റ്. അതിന് അദമു അവലിയത്തിൽ വുജൂദ്, വുജൂദിന് തുടക്കമില്ലാതിരിക്കുക എന്നത് ഹുവൽ മുസമ്മാ ബിൽ ഖിദം. അപ്പൊ ഖിദം എന്ന സിഫത്ത് അള്ളാഹ്ക്കുള്ളതാണ്. അള്ളാഹുവിന്റെ വുജൂദിന് തുടക്കമില്ല, തന്നെ ഇല്ലായ്മ മുൻകടന്നിട്ട് പിന്നുണ്ടായതല്ല എന്നും ഉള്ളവനാണ്. പടപ്പുകൾ മഖ്ലൂഖാത്ത് ആലം മൊത്തം ഇല്ലായ്മ എന്നൊരവസ്ഥയിൽ നിന്നിട്ട് പിന്നെ വുജൂദിലേക്ക് വന്നതാണ്. വലാ യകൂനു ഈ ഖിദം എന്ന വസ്തു കൊണ്ട് മുത്തസിഫാവില്ല ഇല്ലല്ലാഹു വഹ്ദഹു,
ഒരുവനായ അള്ളാഹു അല്ലാതെ. ഖമാസൈറ്റ് കഴിഞ്ഞ് വരും. ആകെ പറഞ്ഞാൽ നമ്മളെ മുത്തക്കല്ലിമീങ്ങളുടെ മദ്ഹബ് അനുസരിച്ച് വലാ വാസിതത ബൈനൽ ഹുദൂസി വൽ ഖിദം, പ്രപഞ്ചം രണ്ട് എല്ലാ ആകെ മൗജൂദ്. പ്രപഞ്ചം എന്ന് പറയാൻ പാടില്ല. പ്രപഞ്ചം എന്ന് പറയുന്നത് ആലമാണ്, അള്ളാഹു ആലമിൽപ്പെട്ടതല്ല. അങ്ങനെയുള്ള മൗജൂദ് ഇവിടെ എത്തിക്കപ്പെട്ട വസ്തുക്കൾ രണ്ട്. ഒന്ന് ഹാദിസ്, അത് ഇല്ലായ്മയിൽ നിന്നുണ്ടായത്, അത് ആലം മൊത്തം. ഒന്ന് ഖദീം, മൗജൂദിന്റെ കൂട്ടത്തിൽ ഒന്ന് ഖദീം. ഈ ഖദീം എന്ന് പറഞ്ഞാൽ ഇല്ലായ്മ മുൻകടക്കാത്തത്, എന്നും പണ്ടേ ഉള്ളവൻ, അത് അള്ളാഹു. ഇങ്ങനെ ഖദീം, ഹാദിസ് എന്നിങ്ങനെ രണ്ട് വിഭാഗം. ഒന്ന് ഖിദം എന്ന സിഫത്ത് കൊണ്ട് മുത്തസിഫാവുന്നു, അത് അള്ളാഹു മാത്രം. ബാക്കി ഹാദിസ് എന്ന സിഫത്ത് കൊണ്ട് മുത്തസിഫാവുന്നു, അത് ആലം മൊത്തവും. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.